മാതാപിതാക്കൾ പേരിന് മാത്രം ഒരു ക്രൈസ്തവനായതുകൊണ്ടാകണം ഫ്രാങ്കോ ഔറീലിയോ ഫെർണാണ്ടസും ഒരവിശ്വാസിയായിട്ടാണ് വളർന്നത്. കത്തോലിക്ക വിശ്വാസത്തിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാത്തതുകൊണ്ട് തന്നെ കത്തോലിക്ക വിരുദ്ധമായ ഒരു ജീവിതമായിരുന്നു ഫ്രാങ്കോ നയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കഥ പാടെ മാറിയിരിക്കുന്നു. ക്രിസ്തുവിനെതിരെ പ്രവർത്തിച്ച ആ യുവാവ് ഇന്ന് അനേകർക്ക് സോഷ്യൽ മീഡിയയിലൂടെ ക്രിസ്തുവിനെ പകർന്നു നൽകുന്ന ഒരാളാണ്. അവിശ്വാസിയിൽ നിന്നും വിശ്വാസിയിലേക്കുള്ള തൻ്റെ പരിവർത്തനത്തെക്കുറിച്ച് ഫ്രാങ്കോ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു. ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ദൈവമുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി ഫ്രാങ്കോ സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ ക്രിസ്തുമതത്തിലേക്ക് എത്തപ്പെടുന്നത്. ക്രിസ്തുമതത്തിലെ ആചാരങ്ങളും കത്തോലിക്ക സഭയുടെ പഠനങ്ങളും ബൈബിൾ വായനയുമെല്ലാം ഫ്രാങ്കോയെ വല്ലാതെ സ്വാധീനിച്ചു. അങ്ങനെ കഴിഞ്ഞ വർഷം ഫ്രാങ്കോ യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചിട്ടും വളരെ വൈകി ക്രിസ്തുവിനെ കണ്ടെത്തിയ ഫ്രാങ്കോ ക്രൈസ്തവനായി ജനിച്ച ഒരാളും അവിശ്വാസിയായി മാറരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹമാണ് ഇന്ന് കാണുന്ന ഫ്രാങ്കോയുടെ ജീവിതം. യുവാക്കൾ കൂടുതലായും ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം വഴി ക്രിസ്തുവിനെ പകർന്നു നൽകുന്ന ഫ്രാങ്കോയുടെ അക്കൗണ്ടിന് 50,000-ലധികം ഫോളോവേഴ്സ് ഉണ്ട്.